എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ 6ാമത്തെ കഥയാണ്. മുതലയുടെ അപേക്ഷ പ്രകാരം രക്തമുഖൻ എന്ന കുരങ്ങൻ പറഞ്ഞ കഥയാണിത്. ഒരു രാജ്യത്ത് പ്രതാപശാലിയായ നന്ദനൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് പണ്ഡിതനായി വരരുചി എന്നൊരു മന്ത്രിയുമുണ്ടായിരുന്നു. ഒരു ദിവസം വരരുചിയുടെ പത്നി എന്തോ കാരണവശാൽ ഭർത്താവുമായി പിണങ്ങി. പത്നിയെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ ദുഃഖിതനായി തീർന്ന വരരുചി അവളോട് ചോദിച്ചു, നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് തല മൊട്ടയടിച്ച് എൻ്റെ കാൽക്കൽ വീഴണം. വരരുചി ഉടൻ അത് ചെയ്തു. പത്നിയുടെ പിണക്കം തീരുകയും ചെയ്തു. അന്നു തന്നെ മഹാരാജാവായ നന്ദനൻ്റെ പത്നിയും പിണങ്ങിയിരിപ്പായി. നന്ദനൻ അവളുടെ കാൽക്കൽ വീഴാനും തയ്യാറായി. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് കുതിരക്കണ്ണട വെച്ച് ജീനിയും കെട്ടി 4 കാലിൽ നിൽക്കണം. എന്നിട്ട് കുതിരയെപ്പോലെ ശബ്ദം പുറപ്പെടുവിപ്പിക്കണം. ഉടനെ രാജാവ് അതുപോലെ ചെയ്തു. പത്നിയുടെ പിണക്കവും തീർന്നു. പിറ്റേന്ന് രാവിലെ രാജസഭയിൽ വെച്ച് രാജാവ് വരരുചിയോട് ചോദിച്ചു, അങ്ങ് എന്താണ് തല മൊട്ടയടിച്ചിരിക്കുന്നത്? അപ്പോൾ വരരുചി പറഞ്ഞു, രാജൻ, പെണ്ണിൻ്റെ വാക്കു കേട്ടാൽ പുരുഷന്മാർ എന്താണ് ചെയ്യാത്തത്? കുതിരയെപ്പോലെ ഒച്ചയിടും, തല മൊട്ടയടിക്കും. ഇത് കേട്ടപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. കുരങ്ങൻ മുതലയോട് തുടർന്നു പറഞ്ഞു, അല്ലയോ ദുഷ്ടനായ മുതലേ, നീ സ്ത്രീക്കതീതനായി എന്നെ കൊല്ലാൻ ഒരുങ്ങിയില്ലേ? സ്വന്തം വാഗ്ദോഷം കൊണ്ട് അത് വെളിപ്പെട്ടുവെന്നു മാത്രം. പെണ്ണിനെ കണ്ട് ഒച്ചയെടുത്ത കഴുത ചാവാനിടയായ കഥ കേട്ടിട്ടില്ലേ? മുതലയുടെ അപേക്ഷയനുസരിച്ച് കുരങ്ങൻ പറഞ്ഞ പുലിത്തോൽ പുതച്ച കഴുതയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. ലബ്ധപ്രണാശത്തിലെ 6ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.